എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് ഗൈഡിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ കൊമേഴ്സ് സിലബസിലെ നാലാമത്തെ മൊഡ്യൂളായ ബാങ്കിങ് തിയറി ആൻഡ് പ്രാക്ടീസസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു മൊഡ്യൂളിലെ എവല്യൂഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ക്ലാസ്സിന്റെ അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ബാങ്കിങ് എന്നുള്ള കോൺസെപ്റ്റ് എങ്ങനെയാണ് ഒറിജിൻ ചെയ്തത്, എന്തൊക്കെയാണ് അതിലുണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ്സ് എന്നുള്ളത് ഓരോ പീരീഡ് വൈസ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ആദ്യം ആൻഷ്യൻ ആൻഡ് മെഡീവൽ ബാങ്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഒന്ന് ടെമ്പിൾസ് ആസ് സേഫ് ഹെവൻ, അതായത് ആദ്യകാലങ്ങളിൽ ആളുകൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ക്യാഷും അതേപോലെ തന്നെ വാല്യുബിൾ ആയിട്ടുള്ള മെറ്റൽസും ഒക്കെ അമ്പലങ്ങളിലായിരുന്നു സേഫ് ആയിട്ട് വെച്ചിരുന്നത് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കാം. ഏർലി മണി ലെൻഡിങ്ങിന് എക്സാമ്പിൾ ആയിട്ട് BC 2000 അസീറിയ ബാബിലോണിയ പോലുള്ള സിവിലൈസേഷനില് ട്രേഡേഴ്സിനും ഫാമേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ലോണുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ആൻഷ്യന്റ് റോമില് പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റൽസ് വാങ്ങിയിട്ട് ലോണുകൾ കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. ഇതാണ് നമുക്ക് ഈ ഭാഗത്ത് നോക്കാനുള്ളത്. അടുത്തത് ട്രാൻസിഷൻ ടു മോഡേൺ ബാങ്കിങ് ആണ്. അതായത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബാങ്കിങ് പ്രോസസ്സിൽ നിന്നും മോഡേൺ ബാങ്കിങ്ങിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ട്. അവിടെ പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് മെർച്ചന്റ് ബാങ്കേഴ്സ്. എന്താണ് മെർച്ചന്റ് ബാങ്കേഴ്സ്? മെർച്ചന്റ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകളായിരുന്നു. അവർ പിന്നീട് ഫാമേഴ്സിനും അതേപോലെ തന്നെ ട്രേഡേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ലോണുകൾ കൊടുക്കാൻ തുടങ്ങി. ഈവഞ്ചലി അവർ പിന്നീട് ബാങ്കേഴ്സ് ആയിട്ട് മാറി. ഓക്കെ, ദെൻ ഗോൾഡ് സ്മിത്സ്, അതായത് തട്ടാമാർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ആദ്യകാലങ്ങളിൽ ഇവര് കുറച്ച് ബാങ്കിങ് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊന്നാണ് പ്രൊവൈഡഡ് സെക്യൂർ സ്റ്റോറേജ്, അതായത് ആളുകളെ വാല്യുബിൾ ആയിട്ടുള്ള മെറ്റൽസ് ഒക്കെ ഇവർ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് അവർ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പകരമായിട്ട് അവർ ഡെപ്പോസിറ്റ് റെസീപ്റ്റുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഡെപ്പോസിറ്റിൽ നിന്ന് ഒരു ഭാഗം അവര് മറ്റ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ലോൺ ആയിട്ട് കൊടുത്തിരുന്നു എന്നുള്ളതും ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് പ്രൈവറ്റ് ബാങ്ക്സ് ആണ്. ഈ ഒരു സമയത്താണ് പ്രൈവറ്റ് ബാങ്കുകൾ വരാൻ തുടങ്ങിയത്. അതോട് കൂടിയിട്ട് ഈ ബാങ്കിങ് എന്നുള്ള പ്രോസസ്സ് കൂടുതൽ ഓർഗനൈസ്ഡ് ആയിട്ട് മാറി. ദെൻ അടുത്തത് ജോയിന്റ് സ്റ്റോക്ക് ബാങ്ക്സ് ആണ്. അതായത് ഇംഗ്ലണ്ടിലെ ബാങ്കിങ് ആക്ട് 1833 എസ്റ്റാബ്ലിഷ് ചെയ്തോട് കൂടിയിട്ട് ഒരുപാട് ജോയിന്റ് സ്റ്റോക്ക് ബാങ്കുകൾ ഉണ്ടായി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തത് ഇന്ത്യയിലെ കൊളോണിയൽ കാലത്തുള്ള ബാങ്കിങ് ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫസ്റ്റ് മോഡേൺ ബാങ്ക്, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ബൈ ബ്രിട്ടീഷ് ഏജൻസി. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ മോഡേൺ ബാങ്ക് ഏതാന്ന് വെച്ചാൽ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ എന്ന് ഓർത്തിരിക്കുക 1770 ആണ് കേട്ടോ. ബ്രിട്ടീഷുകാരാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ദെൻ പ്രസിഡൻസി ബാങ്ക്സ്, അതായത് ബ്രിട്ടീഷുകാർ 3 പ്രസിഡൻസി ബാങ്ക്സ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. അതിലൊന്ന് ബാങ്ക് ഓഫ് ബംഗാൾ ആണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ 1806 ആണ്. ദെൻ ബാങ്ക് ഓഫ് ബോംബെ 1840, ദെൻ ബാങ്ക് ഓഫ് മദ്രാസ് 1843. അപ്പൊ ഈ ഓരോ റീജിയനിലും കറൻസി നോട്ടുകളൊക്കെ ഇഷ്യൂ ചെയ്യാനുള്ള ഒരു പവർ ഈ പ്രസിഡൻസി ബാങ്ക്സിന് ഉണ്ടായിരുന്നു. ഓക്കെ, 3 പ്രസിഡൻസി ബാങ്ക്സ് ആണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ദെൻ ബാങ്ക് ഓഫ് മദ്രാസ്. ഓക്കെ, ദെൻ ഏർലി ഇന്ത്യൻ ബാങ്കിങ്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് അലഹബാദ് ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ബാങ്ക് ആണ് അലഹബാദ് ബാങ്ക്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1865 കേട്ടോ. ആ പീരീഡ് ഒന്ന് ഓർത്തിരിക്കുക. ദെൻ ഓത് കൊമേഴ്ഷ്യൽ ബാങ്ക്, ഫസ്റ്റ് ഇന്ത്യൻ മാനേജ്ഡ് ലിമിറ്റഡ് ലയബിലിറ്റി ബാങ്ക്. അതായത് ഇന്ത്യക്കാർ മാനേജ് ചെയ്ത ഈ ലിമിറ്റഡ് ലയബിലിറ്റി ബാങ്ക് ആയിരുന്നു ഔദ് കൊമേഴ്ഷ്യൽ ബാങ്ക്. എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ 1881 ആണ് കേട്ടോ. ദെൻ പഞ്ചാബ് നാഷണൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ 1894 ആണ്. ഇന്ത്യയിലെ ഫസ്റ്റ് സ്വീഡിഷ് ബാങ്ക് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഓക്കെ, ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ 1921. അതായത് നമ്മൾ നേരത്തെ ബ്രിട്ടീഷുകാർ 3 പ്രസിഡൻസി ബാങ്ക്സ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ 3 പ്രസിഡൻസി ബാങ്ക്സ് മെർജ് ചെയ്തുകൊണ്ട് പുതിയൊരു ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അത് 1921 എസ്റ്റാബ്ലിഷ് ചെയ്തത് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ഒരു സെൻട്രൽ ബാങ്കിന്റെ എല്ലാ പവറും ഈ ഒരു ഇമ്പീരിയൽ ബാങ്കിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കണേ. ഇമ്പീരിയൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1921 കേട്ടോ. ഓക്കെ, ഇതാണ് അടുത്തത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് റിഫോംസ്. അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം ഈ ബാങ്കിങ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ RBI എസ്റ്റാബ്ലിഷ് ചെയ്തത് 1935. ഓക്കെ,
ദെൻ പിന്നീട് അത് ഗവൺമെന്റ് ഏറ്റെടുത്തു അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ആയത് 1949 കേട്ടോ. അപ്പൊ ഈ രണ്ട് പീരീഡ് ഓർത്തിരിക്കുക. RBI എസ്റ്റാബ്ലിഷ് ചെയ്തത് 1935 RBI നാഷണലൈസ് ചെയ്യപ്പെട്ടത് 1949 1949 ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. അതായത് ഇന്ത്യയിലുള്ള ബാങ്കുകളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ നിലവിൽ വന്നത് 1949 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ദെൻ നാഷണലൈസേഷൻ മൈൽ സ്റ്റോൺ, അതായത് ഈ ഒരു സമയത്ത്, അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരുവിധം പ്രൈവറ്റ് ബാങ്ക്സ് ഒക്കെ നാഷണലൈസ് ചെയ്തു, അതായത് ഗവൺമെന്റ് ഏറ്റെടുത്തു. ഓക്കെ, അതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് 1955 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബാങ്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. 1921 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറി, അതായത് SBI ആയിട്ട് മാറിയത് എപ്പോഴാണ്? 1955 ഓർത്തിരിക്കണേ. അപ്പൊ SBI എസ്റ്റാബ്ലിഷ് ചെയ്തത് 1955 ഇമ്പീരിയൽ ബാങ്ക് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയത്. ദെൻ അടുത്തത് 1969 ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 14 മേജർ പ്രൈവറ്റ് ബാങ്ക്സ് നാഷണലൈസ് ചെയ്തു, അതായത് ഗവൺമെന്റ് ഏറ്റെടുത്തു. ഓർത്തിരിക്കണേ. അതേപോലെ തന്നെ 1980 6 കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, അതായത് 6 പ്രൈവറ്റ് ബാങ്ക്സും കൂടി നാഷണലൈസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പീരിയൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയത് 1955 ദെൻ 1969 ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 14 പ്രൈവറ്റ് ബാങ്ക്സ് നാഷണലൈസ് ചെയ്തു. 1980 6 പ്രൈവറ്റ് ബാങ്ക്സ് കൂടി നാഷണലൈസ് ചെയ്തു. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് സോഷ്യൽ കൺട്രോൾ 1967. അതായത് ബാങ്ക്സിനോട് അഗ്രികൾച്ചറും അതേപോലെ തന്നെ സ്മോൾ ഇൻഡസ്ട്രീനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് ചെയ്ത ഒരു കോൺസെപ്റ്റ് ആയിരുന്നു സോഷ്യൽ കൺട്രോൾ 1967. അതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് മോഡേൺ ബാങ്കിങ്. അപ്പൊ ഇന്ന് നമ്മുടെ ഇന്ത്യയിലുള്ള മോഡേൺ ബാങ്കിങ്ങിനെ കുറിച്ചാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അവിടെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ: ഇന്ത്യയിലെ ടോട്ടൽ പബ്ലിക് സെക്ടർ ബാങ്ക്സ് 12 എണ്ണമാണ്, പ്രൈവറ്റ് ബാങ്ക്സ് 21 എണ്ണമാണ്, ഫോറിൻ ബാങ്ക്സ് 35, റീജിയണൽ റൂറൽ ബാങ്ക്സ് 43. ദെൻ കീ ഡെവലപ്മെന്റ്സ്, നമ്മൾ അതിൽ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ബാങ്കാണ് നബാർഡ്. 1982 നബാർഡ് ഫോം ചെയ്തത്. എന്താണ് നബാർഡ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് കേട്ടോ. ഇത് പഠിച്ചിരിക്കണേ. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, അതായത് റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബാങ്കാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അഥവാ നബാർഡ്. എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ 1982 കേട്ടോ. ദെൻ മേജേഴ്സ്, അതായത് മോഡേൺ കാലത്തേക്ക് വന്നപ്പോൾ ഒരുപാട് ബാങ്ക്സ് മെർജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 പോയിന്റ്സ് ആണ് നമ്മൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കും കൂടി മെർജ് ചെയ്തത് 1993. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേജർ നടന്നത് SBIയും അതേപോലെ തന്നെ SBIന്റെ കുറച്ച് അസോസിയേറ്റ് ബാങ്ക്സ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ അതേപോലുള്ള കുറച്ച് അസോസിയേറ്റ് ബാങ്ക്സ് ഉണ്ടായിരുന്നു. അത് മെർജ് ചെയ്തിട്ടുണ്ട്. ആ മെർജ് ചെയ്ത പീരീഡ് എന്ന് ഓർത്തിരിക്കുക 2018 to 2017 കേട്ടോ. ക്ലിയർ ആണല്ലോ? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. ദെൻ കീ സമ്മറി, നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാണ്. അതായത് BC 2000 നമ്മൾ പറഞ്ഞ അസീറിയ ബാബിലോണിയ പോലുള്ള സിവിലൈസേഷന്റെ ഫാമേഴ്സിനും ട്രേഡേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ലോണുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ 1770 ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു അല്ലെ. ബ്രിട്ടീഷുകാരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ആ ബാങ്ക് അല്ലെ. ദെൻ 1806 to 1843 ബ്രിട്ടീഷുകാർ 3 പ്രസിഡൻസി ബാങ്ക്സ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്. ദെൻ 1935 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയർ ആണ്. അതായത് RBI അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത പീരീഡ് ആണ്. ഓക്കെ, ദെൻ 1949 RBI നാഷണലൈസ് ചെയ്തു. അതേപോലെ തന്നെ ഇന്ത്യയിലെ ബാങ്കുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു 1949. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ 1969 1980 ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 20 പ്രൈവറ്റ് ബാങ്ക്സിനെ നാഷണലൈസ് ചെയ്തു. ദെൻ 1990 to 2020 ലിബറലൈസേഷനും പ്രൈവറ്റ് ബാങ്ക്സും റേസ് ചെയ്തു. അതേപോലെ തന്നെ ബാങ്കുകൾ കൂടുതലായിട്ട് മെർജ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയറുകളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ, ഇനി ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം: The first modern bank established in India was option A, Bank of Hindustan,
ഓപ്ഷൻ ബി ബാങ്ക് ഓഫ് ബംഗാൾ, ഓപ്ഷൻ സി ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ആദ്യത്തെ മോഡേൺ ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് അല്ലെ, 1717. ഓർത്തിരിക്കണേ. ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ പ്രസിഡൻസി ബാങ്ക്? ഓപ്ഷൻ എ ബാങ്ക് ഓഫ് ബംഗാൾ, ഓപ്ഷൻ ബി ബാങ്ക് ഓഫ് ബോംബെ, ഓപ്ഷൻ സി ബാങ്ക് ഓഫ് മദ്രാസ്, ഓപ്ഷൻ ഡി ബാങ്ക് ഓഫ് കൽക്കത്ത. ഇപ്പൊ 3 പ്രസിഡൻസി ബാങ്ക്സ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ്? ബാങ്ക് ഓഫ് ബംഗാള്, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആയല്ലോ അല്ലെ? പ്രസിഡൻസി ബാങ്ക്സ് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് പഠിക്കാം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, ദി ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് റീനെയിംഡ് ആസ് ഓപ്ഷൻ എ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഓപ്ഷൻ ബി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി ബാങ്ക് ഓഫ് ബറോഡ. ഇമ്പീരിയൽ ബാങ്ക് പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറുകയാണ് ചെയ്തത് അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നാലാമത്തെ ചോദ്യം, വെൻ വാസ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ്ഡ്? RBI നാഷണലൈസ് ചെയ്ത ഇയർ ആണ് പഠിക്കേണ്ടത് കേട്ടോ. ഓപ്ഷൻ എ 1935, ഓപ്ഷൻ ബി 1947, ഓപ്ഷൻ ബി 1949, ഓപ്ഷൻ ഡി 1955. 1949ലാണ് RBI നാഷണലൈസ് ചെയ്തത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1935 RBI എസ്റ്റാബ്ലിഷ് ചെയ്തു. അതൊന്ന് ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം, നബാർഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വിച്ച് ഇയർ? നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് ഇയർ ആണ്? 1982ലാണ് അല്ലെ. ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ ഫുൾ ഫോം ഓഫ് നബാർഡ്. നബാർഡിന്റെ ഫുൾ എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അപ്പൊ അഗ്രികൾച്ചറിനെയും റൂറൽ ഏരിയനെയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നബാർഡ് എന്ന് പറയുന്ന ഒരു ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ എക്സാം എഴുതുന്ന നിങ്ങളെ ഫ്രണ്ട്സിനെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ കൂടുതലും ഫ്രീ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. ഓക്കെ, താങ്ക് യു.